ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നാണ് തുടങ്ങാല്ലേ. എന്നും നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ അല്ലേ കാണിക്കാറ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫുള്ളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇട്ടില്ല കേട്ടോ. എന്തോ എനിക്കൊരു അപാകത പോലെ ഫീൽ ചെയ്തു എഡിറ്റ് ചെയ്തൊക്കെ വന്ന് നോക്കുമ്പോൾ. അപ്പോൾ അതാ ഞാനിവിടെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. നമുക്കിന്ന് 2 ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. എന്നോ ഓരോ ഫംഗ്ഷൻ കിട്ടിയതാണ്. കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഒക്കെ പാടെ ഒപ്പം ഒരേ സമയത്ത് ഏതിനാ പോകുക, രണ്ടിനും പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് നമുക്ക് വീടിരിക്കലും ഒന്ന് കല്യാണമാണ് കേട്ടോ. രണ്ടും ഇന്ന് ഉച്ചക്ക്, ഞായറാഴ്ച ഉച്ചക്കായിരുന്നു. അപ്പോൾ രണ്ടിനും നമുക്ക് പോകും വേണം. അപ്പോൾ ഞാൻ ആദ്യം വീടിരിക്കലിന് പോയിട്ട് അവിടുന്ന് വേഗം പോകുന്നു, പിന്നെ കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഒരുങ്ങിങ്ങാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ നിന്ന് കമൻ്റ് ആക്കുക. അങ്ങനെ ഞാനും ഒരുങ്ങി. അയാനക്കുട്ടീൻ്റെ മുടിയൊക്കെ ഇതാ വാർന്നു കൊടുത്ത്. ആദ്യം തന്നെ ഞാൻ ഓൽക്കൊക്കെ മാറ്റി കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാനക്കുട്ടി ഇതാ ഈ ഒരു ഉടുപ്പാണ്. ഞാൻ അയാനക്കുട്ടിയും ട്വിന്നിങ് മോം എന്നറിയില്ല എന്ന പോലെ രണ്ടാളും ഒരേ കളറായിരുന്നു. ഇവ വൈറ്റ് ഉടുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഫൈനലി മാറ്റി കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോഷൂട്ട് അത് നിർബന്ധമാണ് എന്ന് അറിയില്ലേ. കണ്ണാടി ഇല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോയിന്ന്. അങ്ങനെ അതാ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിരിക്കൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. കല്യാണം ഇവിടെ കാക്കുവിൻ്റെ ഫാമിലിയിലുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വീടിരിക്കലിന് പോയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് കല്യാണത്തിന് പോകാൻ വിചാരിച്ചു. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഓള് വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ അന്തം വിട്ടിക്കാന്ന് കേട്ടോ. വീഡിയോ ഒന്നും എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. ആദ്യം കണ്ടത് ഓളെ മൂത്ത മോള്, ഇത് രണ്ടാമത്തെ മോന്. അങ്ങനെ ഇവളുടെ വീടിരിക്കലിനെ വന്നിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാഹ് വീട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ സ്പേസും ഭയങ്കര യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ഒരു സ്പേസും വെറുതെ ആക്കിയിട്ടില്ല കേട്ടോ. ഉള്ളത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ല സെറ്റപ്പിലായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് വീട് ഇഷ്ടമായോ എന്നുള്ളത് കമൻ്റ് ആക്കണേ. അപ്പോൾ 2 ബെഡ്റൂമും അതുപോലെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒന്ന് കോമൺ ബാത്റൂമൊക്കെ ആയിട്ട്, അതും ആ ബാത്റൂമും വാഷ് ബേസ് ഏരിയ ഒന്നും നമുക്ക് നോക്കിയാൽ കാണൂല കേട്ടോ. വേറൊരു ഒരു ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ്. അങ്ങനെ അവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഈ ഒരു ഏരിയ കേട്ടോ. ഇത് നമുക്ക് ഹാളിൽ നിന്നൊന്നും നോക്കിയാൽ കാണൂല. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഓളിനെ കൊന്നിട്ടില്ല എന്നുള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാതെ പോകുന്നതിന്. പക്ഷേ നമുക്ക് കല്യാണത്തിന് പോകേണ്ടത് കൊണ്ട് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചില്ല. വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് അവിടുന്ന് തിരിച്ചു പോകുന്നു. നമ്മളിത് കല്യാണത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് എവിടുന്നേലും ഒരിടത്തുനിന്നൊക്കെ കഴിച്ചാൽ മതിയല്ലോ. രണ്ടിടത്തുനിന്നും അവിടുന്ന് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അറിയില്ലേ. അപ്പോൾ നല്ല മന്തിയും ചിക്കൻ ചില്ലിയും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ചിക്കനെയും പെണ്ണിനെയൊക്കെ കണ്ടുങ്ങാണ്ട് അവിടെ ഇരുന്ന് നമ്മൾ പിന്നെ തിരിച്ചതാ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും അപ്പോൾ ഓക്കെ ബൈ.